യഹോവ നിന്നെ എല്ലായ്പ്പോഴും നടത്തുകയും വരണ്ട നിലത്തിലും നിന്റെ വിശപ്പടക്കി നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തുകയും ചെയ്യും. യെശയ്യാവ് 58:11. കർത്താവിൻ്റെ കാഴ്ചപ്പാടുകൾ ഏറെയും വ്യത്യസ്തമാണ്. തൻ്റെ ജീവിതത്തിൽ ഏറെ അപമാനിക്കപ്പെട്ട നിമിഷത്തിലാണ് താഴെ നിന്ന പരിഹസിച്ചവരോട് ക്ഷമിച്ചതും ഒപ്പം ക്രൂശിക്കപ്പെട്ടവനോട് പറുദീസ നൽകാമെന്ന് വാഗ്ദത്തം ചെയ്തതും. പറുദീസ ലഭിച്ചവൻ ഇന്നും നമ്മൾക്ക് വലതുഭാഗത്തെ കള്ളനാണ്. കർത്താവ് പാപം എഴുതി വയ്ക്കുന്നത് മണ്ണിലാണ്. ഒരിളം കാറ്റ് മതി അത് മാഞ്ഞു പോകുവാൻ. വ്യഭിചാരിണിയായ സ്ത്രീയെ കർത്താവ് ഒന്ന് നോക്കുക പോലും ചെയ്തില്ല. അവൻ നമ്മളെ ലജ്ജിപ്പിക്കത്തില്ല. ഒരാൾക്കും അവളെ കല്ലെറിയുവാൻ സാധിച്ചില്ല. കർത്താവിന് വേണമെങ്കിൽ അവളെ കല്ലെറിയാമായിരുന്നു. കർത്താവ് അവളോട് പറഞ്ഞു, ഞാനായിട്ട് നിന്നെ കല്ലെറിയുന്നില്ല, മേലിൽ പാപം ചെയ്യരുത്. പീലാത്തോസ് ചോദിച്ചു, ഇവൻ എന്തു പാപമാണ് ചെയ്തത്? ആ സ്ത്രീക്ക് വേണ്ടി കർത്താവ് തെറ്റുകാരനായി. അവൾക്ക് വേണ്ടി കർത്താവ് മരിക്കുവാൻ തയ്യാറായി, പകരമായി. കർത്താവിൻ്റെ കാഴ്ചപ്പാടുകൾ നമ്മുടെ കാഴ്ചപ്പാടുകളല്ല. അവൻ കരുണയുള്ള കണ്ണുള്ളവനാണ്, നമ്മുടെ വീണ്ടെടുപ്പുകാരൻ.